ഇന്ന് രാമായണം മാസം 5-ാം ദിവസമാണ്. ഇന്ന് നമുക്ക് വേണ്ടി വായിക്കുന്നത് ജഗദമ്മ ആന്റിയാണ്. ഇറ്റ്സ് ഓൾ യുവേഴ്സ്. ഓം ഗണപതയേ നമ. ഗജാനനം ഭൂതഗണാധിസേവിതം കവിത്തജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. വാണീദേവി സുനീലവേണി സുഭഗേ വീണാരവങ്കൈരൊരും വാണി വൈഭവമോഹിനി ത്രിജഗതാനാഥേ വിരിഞ്ച പ്രിയേ വാണീദോഷമശേഷമാശുകളവാൻ എന്നാവിലാത്താതുരം വാണിയിടേണമതിന് നിന്നടിയിൽ ഞാൻ വീഴുന്ന മൂകാംബികേ. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ലോകാഭിരാമ രാമ ശ്രീരാമ ജയ ജയ. സത്യസന്ധൻ നൃപവീരൻ ദശരഥൻ പുത്രാഭിഷേകം കഴിച്ചിടുമെന്നുമേ കേകയപുത്രി വശഗതനാകിയാൽ ആകുലമുള്ളിൽ വളരുന്നതേറ്റവും ദുർഗേ ഭഗവതി ദുഷ്കൃതനാശിനി ദുർഗതി നീക്കി തുണച്ചിടുകമ്പികെ. കാമുകനല്ലോ നൃപതി ദശരഥൻ കാമിനി കൈകേയിത്തമെന്തീശ്വര നല്ലവണ്ണം വരുത്തേണമെന്നിങ്ങനെ ചൊല്ലി വിഷാദിച്ചിരിക്കുന്നതു നേരം വാനവരെല്ലാരും ഒത്തു നിരൂപിച്ചു വാണി ഭഗവതി തന്നോടപേക്ഷിച്ചു. ലോകമാതാവേ സരസ്വതി ഭഗവതി മേഘാലയോധ്യയ്ക്ക് എഴുന്നള്ളിയിടുക വേണം. രാമാഭിഷേക വിഘ്നം വരുത്തിയിടുവാൻ നാമവരെ ഒന്നിട്ടില്ല നിരൂപിച്ചാൽ ചെന്നുടൻ നന്ദര തന്നെ നാവിന്മേൽ തന്നെ വസിച്ചവളെ കൊണ്ട് ചൊല്ലിച്ച് പിന്നെ വിരവോട് കൈകേയിയെ കൊണ്ടു തന്നെ പറയിച്ചു കൊണ്ടു മുടക്കണം. പിന്നെ ഇങ്ങോട്ടെഴുന്നെല്ലാം മടിക്കരുതെന്നും എന്നമരന്മാർ പറഞ്ഞോരനന്തരം വാണിയും മന്ധര തൻവദനാന്തരെ വാണിയിടിനാൾ ചെന്നു ദേവകാര്യാർത്ഥമായി. അപ്പോൾ ത്രിവക്രയാം കുബ്ജയും മാനസേ കൽപ്പിച്ചുറച്ചുടൻ പ്രാസാദമേറിനാൾ. വേഗേന ചെന്നൊരു മന്ധരയെ കണ്ടു കൈകേയി താനും അവളോട് ചൊല്ലിനാൾ. മന്ധരയെ ചൊല്ലു നീ രാജ്യമെല്ലാടവും എന്തൊരു മൂലം അലങ്കരിച്ചിടുവാൻ നാളീകലോചനാകിയ രാമനു നാളെ അഭിഷേകമുണ്ടെന്നു നിർണയം. ദുർഭഗേ മൂഢേ ഭാഗർവിതേ കിടന്നെപ്പോഴും നീ ഒന്നിറങ്ങിയിട അറിയാതെ ഏറിയോരാപത്ത് വന്നെടുത്തു നിനക്കാരും ഒരു ബന്ധു ഇല്ലെന്നു നിർണയം. രാമാഭിഷേകം അടുത്ത നാളുണ്ടടോ കാമിനി മാകുലമൗലി മാണിക്യമേ. ഇത്തരം അവൾ ചെന്നത് കേട്ടു സംഭ്രമിച്ചുത്ഥാനവും ചെയ്തു കേകയപുത്രിയും. ചിത്രമായൊരു ചാമീകര നോപുരം ചിത്തമോദേന നൽകിയിടിനാളാതരാൽ സന്തോഷമാർന്നിരിക്കുന്ന കാലത്തിങ്കൽ എന്തൊരു താപമുപാഗതമെന്നു നീ ചൊല്ലുവാൻ കാരണം ഞാൻ അറിഞ്ഞില്ലതിനെന്തൊരവകാശമേതും നിരൂപിച്ചാൽ. എന്നുടെ രാമകുമാരനോളം പ്രിയം എന്നുള്ളിലാരെയുമില്ല മറ്റോർക്ക് നീ അത്രയുമല്ല ഭരതനേക്കാൾ മമാതുത്രം രാമനെ സ്നേഹമെനിക്കേറും. രാമനും കൗസല്യാദേവിയേക്കാൾ എന്നെ പ്രേമമേറും നൂനമില്ലൊരു സംശയം. ഭക്തിയും വിശ്വാസവും ബഹുമാനവും ഇത്ര മറ്റാരെയും ഇല്ലെന്നറിയ നീ. നല്ല വസ്തുക്കൾ എനിക്ക് തന്നെ മറ്റു വല്ലവർക്കും കൊടുക്കൂ മമനന്ദനൻ. ഇഷ്ടമല്ലാതൊരു വസ്തു പറകയിൽ ഒട്ടുമേ ഭേദമെനിക്കില്ലൊരിക്കലും. അശ്രാന്തം എന്നെ എത്രയും മടികൂടാതെ ശുശ്രൂഷ ചെയ്തു ന്യായം പരിപൂർവകം. മൂഢേ നിനക്കെന്തു രാമങ്കൽ നിന്നൊരു പേടിയുണ്ടാകാൻ അവകാശമായതും. സർവജനപ്രിയനല്ലോ മമാത്മജൻ നിർവൈര മാനസൻ ശാന്തൻ ദയാപരൻ. കേകയപുത്രിതൻ വാക്കുകൾ കേട്ടള വാകുല ചേതസാ പിന്നെയും ചൊല്ലിനാൾ. പാപേ മഹാഭയ കാരണം കേൾക്ക നീ ഭൂപതി നിന്നെ വഞ്ചിച്ചതറിഞ്ഞില്ലേ. തൽപുത്രനായ ഭരതനെയും ബലാൽ തൽപ്രിയനായ ശത്രുഘ്നെയും നൃപൻ മാതുലനെ കാൺമതിനായച്ചതും ചേതസി കൽപ്പിച്ചുകൊണ്ടു തന്നെ ഇതു. രാജ്യാഭിഷേകം കൃതം രാമനെങ്കിലോ രാജ്യാനുഭൂതി സൗമിത്രിക്കു നിർണയം. ഭാഗ്യമത്രേ സുമിത്രയ്ക്കതു കണ്ടു നിർഭാഗ്യയായൊരു നീ ദാസിയായി നിത്യവും കൗസല്യ തന്നെ പരിചരിച്ചിടുക. കൗസല്യാനന്ദനൻ തന്നെ ഭരതനും സേവിച്ചു കൊണ്ടു പൊറുക്കുന്നതും വരും ഭാവിക്കയും വേണ്ട ജാതിത്വമെന്നു ഏതുമേ. നാട്ടിൽ നിന്നാട്ടിക്കളകിലും ഒരു വട്ടം വരാതെ വസിച്ചിടുകിലുമാം സാപജ്ഞജാത പരാഭവം കൊണ്ടുള്ള താപവും പൂണ്ടു ധരണിയിൽ വാഴുകയിൽ നല്ലു മരണം അതിനില്ല നിർണയം. കൊല്ലുവാൻ ഞാൻ തവ നല്ലതു കേൾക്ക നീ. ഉത്സാഹമുണ്ടു നിനക്കെങ്കിൽ ഇക്കാലം തൊത്സുഖം തന്നെ വാഴിക്കും നരവരൻ. രാമനീരേഴാണ്ടു കാനനവാസവും ഭൂമിപാലാജ്ഞയാ ചെയ്യുമാറാക്കണം. നാടടക്കം ഭരതന്നു വരുമതി പ്രൗഢകീർത്തിയാ നിനക്കും വസിക്കാം ചിരം. വേണമെന്നാകിൽ ഇതിനൊരു ഭയവും പ്രാണസമേതവ ചൊല്ലിത്തരുവൻ ഞാൻ. ഉന്നം സുരാസുരയുദ്ധേ ദശരഥൻ തന്നെ മിത്രാർത്ഥം തന്നെ
മഹേന്ദ്രനർത്ഥിക്കയാൽ മന്നവൻ ചാപബാണങ്ങളും കൈക്കൊണ്ടു തന്നെ സൈന്യ സമേതം തേരേറിനാൻ. നിന്നോടുകൂടവേ വിണ്ണിലകം പുട്കു സന്നദ്ധനായി ചെന്ന അസുരരോടേറ്റപ്പോൾ ചിഹ്നമായി വന്നു രഥാക്ഷകീലം പോരില്ലെന്ന് അറിഞ്ഞതുമില്ല ദശരഥൻ. സത്വരം കീലരന്ധ്രത്തിങ്കൽ നിന്നുടെ ഹസ്തദണ്ഡം സമാവേശ്യ ധൈര്യേണ നീ ചിത്രമത്രേ പതിപ്രാണരക്ഷാർത്ഥമായി യുദ്ധം കഴിവോളം അങ്ങനെ നിന്നതും ശത്രുക്കളെ വധ ചെയ്ത് പൃഥ്വീന്ദ്രൻ യുദ്ധനിവൃത്തനായ ഒരു ദശാന്തരെ നിൻതൊഴിൽ കണ്ട് അതിസന്തോഷം ഉൾക്കൊണ്ടു ചെന്തളർമേനി പുണർന്നുടൻ പുഞ്ചിരി പൂണ്ടു പറഞ്ഞതു ഭൂപനും നെഞ്ചരിതം നന്നു നിരൂപിച്ചാൽ. രണ്ടുവരം തലാം നീ എന്നെ രക്ഷിച്ചു കൊണ്ടതു മൂലം വരിച്ചു കൊണ്ടാലും നീ ഭർത്തൃവാക്യം കേട്ടു നീയും അന്നേരത്തു ചിത്തമോദം കലർന്നു ചൊല്ലിയിടിനാൻ. ദത്തമായൊരു വരദ്വയം സാദരം ന്യസ്തം ഭവതി മയാ ഉപദീശ്വര. ഞാനൊരവസരത്തിങ്കൽ അപേക്ഷിച്ചാൽ ഊനം വരാതെ തരികെന്നതേ വേണ്ടു എന്നു പറഞ്ഞിരിക്കുന്ന വരദ്വയം ഇന്നപേക്ഷിച്ചു കൊള്ളണം മടിയാതെ. ഞാനും മറന്നു കിടന്നിതു മുന്നമേ മാനസേതോ നീ ബലാൽ ഈശ്വരാജ്ഞയ ധീരതയോടെ നിക്ഷിപ്രം ഇപ്പോൾ ക്രോധാകാരം പ്രവശ്യ ഹോവേന നടക്ക നീ. ആഭരണങ്ങളും പൊട്ടിച്ചെറിഞ്ഞതി ശോഭ പൂണ്ട ഒരു കാർകൂന്തലഴിച്ചിട്ട് ഭൂമേനിയും പൊടി കൊണ്ടങ്ങണിഞ്ഞിഹ ഭൂമിയിൽ തന്നെ മലിനാംബരത്തോടും കണ്ണുനീരാലെ മുഖവും മിഴികളും നന്നായി നനച്ചു കരഞ്ഞു കൊണ്ടർത്ഥിച്ചു കൊള്ളുക. വരദ്വയം ഭൂപതി സത്യം പറഞ്ഞാൽ ഉറപ്പിച്ചു മാനസം. മന്ധര ചൊന്ന പോലെ അതിനേതുമോരന്തരം കൂടാതെ ചെന്നു കൈകേയും പഥ്യമിതൊക്കെ തനിക്കെന്ന് കൽപ്പിച്ച് ചിത്തമോഹേന ഗോപാലയെ മേവിനാൾ. കൈകേയി മന്ധരയോട് ചൊന്നാളിനി രാഘവൻ കാനനത്തിനു പോകോളവും ഞാനിവിടെ കിടന്നിടുവനല്ലെങ്കിൽ പ്രാണനെയും കളഞ്ഞിടുവൻ നിർണയം. ഭൂപരിത്രാണാർത്ഥമെന്നു ഭരതനു ഭൂപതി ചെയ്താൽ അഭിഷേകമെങ്കിൽ ഞാൻ വേറെ നിനക്ക് ഭോഗാർത്ഥമായി നൽകുവൻ 100 ദേശങ്ങളില്ല സംശയം. ഏതു ഇതിന്നൊരിളക്കം വരായി ചേതസി ചിന്തിച്ചു കാര്യം വരുന്നിടം എന്നു പറഞ്ഞു പോയിടിനാൾ മന്ധര. പിന്നെ യൗവണ്ണം അനുഷ്ഠിച്ചു രാജ്ഞിയും ധീരനായേറ്റം ദയാനിതനായി ഗുണാചാര സംയുക്തനായി നീതിജ്ഞനായി നിജ ദേശികവാക്യ സ്ഥിതനായി സുശീലനായി ആശയശുദ്ധനായി വിദ്യാനിരതനായി ശിഷ്ടനായുള്ളവനെന്നങ്ങിരിക്കലും ദുഷ്ടസംഘം കൊണ്ട് കാലാന്തരത്തിനാൽ സജ്ജന നിന്ദ്യനായി വന്നുകൂടും ദൃഢം ദുർജന സംസർഗമേറ്റമകലവി വർജിക്ക വേണം പ്രയത്നേന സൽപുമാൻ കജ്ജളം പറ്റിയാൽ സ്വർണവും നിർണയം. എങ്കിലോ രാജാ ദശരഥനാദരാൽ പങ്കജനേത്രാഭ്യുദയം നിമിത്തമായി മന്ത്രിപ്രഭൃതികളോടും പറഞ്ഞുകൊണ്ടന്തപുരമകം ബുക്കരുളിയിടിനാൻ. അന്നേരം ആത്മപ്രിയതമയാകിയ തന്നെ പത്നിയെ കാണായിക കാരണം എത്രയും വിഹുലനായ ഒരു ഭൂപനും ചിത്തതാരിങ്കൽ നിരൂപിച്ചിരീ ദൃഢം. മന്ദിരം തന്നിൽ ഞാൻ ചെന്നുകൂടും വിധവും മന്ദസ്മിതം ചെയ്തരികെ വരും പുരാ സുന്ദരിയാമവളിന്നെങ്ങു പോയിനാൾ മന്ദമാകുന്നതുന്മേഷമൻ മാനസേ. ചൊല്ലുവിൻ ദാസികളെ ഭവത്സ്വാമിനി കല്യാണഗാത്രി മറ്റെങ്ങു പോയിടിനാൾ. ഏവം നരപതി ചോദിച്ച നേരത്ത് ദേവി തന്നാളികളും പറഞ്ഞിടിനാൾ. ക്രോധാലയം പ്രവേശിച്ചതിൻ മൂലം ഏതും അറിഞ്ഞില്ല ഞങ്ങളോ മന്നവ. തത്ര ഗത്വാ നിന്തിരുവടി ദേവി തൻ ചിത്തമനുസരിച്ചിടുക വൈകാതെ എന്നതു കേട്ടു ഭയേന മഹീപതി ചെന്നങ്ങരികത്തിരുന്നു സസംഭ്രമം. മന്ദമന്ദം തലോടി പ്രിയേ സുന്ദരി ചൊല്ലുകല്ലെന്തിതു വല്ലഭേ. നാഥേ വെറുന്നിലത്തുള്ള പൊടിയണിഞ്ഞാതങ്കമോടു കിടക്കുന്നതെന്തു നീ. ചേതോ വിമോഹന രൂപേ ഗുണശീലേ ഖേദമുണ്ടായതെന്തിനോട് ചൊൽകെടോ. മൽപ്രജാവൃന്ദമായുള്ളവരാരുമേ വിപ്രിയം ചെയ്യുകയുമില്ല നിനക്കെടോ. നാരികളോ നരന്മാരോ ഭവതിയോടാരൊരു വിപ്രിയം ചെയ്തതു വല്ലഭേ. ദണ്ഡിനെന്നാകിലും വധ്യനെന്നാകിലും നിർധനനെത്രയും ഇഷ്ടം ദണ്ഡൻ എനിക്കില്ല അതിനില്ല നിരൂപിച്ചാൽ. നിർധനൻ എത്രയും ഇഷ്ടം നിനക്കെങ്കിൽ അർത്ഥവതിയാക്കി വൈപ്പനവനെ ഞാൻ. അർത്ഥവാനേറ്റം അനിഷ്ടൻ നിനക്കെങ്കിൽ നിർധനനാക്കും എന്നും അവനെ ഞാൻ. വധ്യനെ നൂനം അവധ്യനാക്കിയിടുവൻ വധ്യനാക്കിയിടും അവധ്യനെ വേണ്ടുകിൽ. നൂനം നിനക്കധീനം മമ ജീവനം മാനിനീ ഖേദിപ്പതിനെന്തു കാരണം. മൽപ്രാണനേക്കാൾ പ്രിയതമനാകുന്നിപ്പോൾ എനിക്ക് മൽപുത്രനാം രാഘവൻ. അങ്ങനെയുള്ള രാമൻ മമനന്ദനൻ മംഗലശീലനാം ശ്രീരാമനാണ് ഞാൻ. അങ്കനാരത്നമേ ചെയ്വൻ തവഹിതം ഇങ്ങനെ ഖേദിപ്രിയായകമാം വല്ലഭേ. യുദ്ധം ദശരഥൻ കൈകേയി തന്നോട് സത്യം പറഞ്ഞത് കേട്ടു തെളിഞ്ഞവൾ കണ്ണുനീരും തുടച്ചു ധാനവും ചെയ്തു മന്നവൻ തന്നോട് മന്ദമുര ചെയ്താൾ. സത്യപ്രതിജ്ഞനായുള്ള ഭവാൻ മമ സത്യം പറഞ്ഞതു നേരെങ്കിൽ എന്നുടെ പഥ്യമായുള്ളതിനെ പറഞ്ഞിടുവൻ വ്യക്തമാക്കിയിടായക സത്യത്തെ മന്നവാ. എങ്കിലോ പണ്ടു സുരാസുരായോധനെ സങ്കടം തീർത്തു രക്ഷിച്ചേൻ ഭവാനെ ഞാൻ.
സന്തുഷ്ടചിത്തനായെന്നു ഭവാൻ മമ ചിന്തിച്ചു 2 വരങ്ങൾ നൽകിയില്ലയോ? വേണ്ടുന്ന നാൾ അപേക്ഷിക്കുന്നതുണ്ടെന്ന് വേണ്ടും വരങ്ങൾ തരികെന്ന് ചൊല്ലിനാൽ വെച്ചിരിക്കുന്നു ഭവാങ്കൽ അത് രണ്ടും ഇച്ഛയുണ്ടെന്ന് വാങ്ങിയിടുവാൻ ഭൂപതേ. എന്നതിലൊന്നു രാജ്യാഭിഷേകം ഭവാൻ ഇന്നു ഭരതനു ചെയ്യണമെന്നതും ഭൂപതി വീരൻ ജടാവൽക്കലം പൂണ്ടു താപസവേഷം ധരിച്ചു വനാന്തരെ കാലം 14 വത്സരം വാഴണം മൂലഫലങ്ങൾ ഭുജിച്ചു മഹീപതേ. ഭൂമി പാലിപ്പാൻ ഭരതനെയാക്കണം രാമനുഷസി വനത്തിനു പോകണം എന്നിവ 2 വരങ്ങളും നൽകുകിൽ ഇന്നു മരണം എനിക്കില്ല നിർണയം എന്ന് കൈകേയി പറഞ്ഞോരനന്തരം മന്നവൻ മോഹിച്ചു വീണാൻ അവനിയിൽ വജ്രമേറ്റ ദ്രിപതിച്ച പോലെ ഭൂവി സജ്ജര തേജസാ വീണിതു ഭൂപനും. പിന്നെ മുഹൂർത്തമാത്രം ചെന്ന നേരത്തു കണ്ണുനീർ വാർത്തു വിറച്ചു നൃപാധിപൻ. ദുസ്സഹ വാക്കുകൾ കേൾക്കായതെന്തയ്യോ ദുസ്വപ്നമാഹന്ത കാണുകയോ ഞാനിഹ ചിത്തഭ്രമം ബലാലുണ്ടാകയോ മമ മൃത്യു സമയം ഉപസ്ഥിതമാകയോ കിംകിമേതൽ കൃതം ശങ്കര ദൈവമേ ഗംഗജലോചനാഹ പരബ്രഹ്മമേ. വ്യാഘ്രിയെ പോലെ സമീപേ വസിക്കുന്ന ദുഃഖമതിയായ കൈകേയി തന്മൂലം നോക്കി ഭയം പൂണ്ടു ദശരഥൻ ദീർഘമായി വീർത്ത് ഏവമുര ചെയ്തു. എന്തിവണ്ണം പറയുന്നതു ഭദ്രേ നീ എന്തു നിന്നോട് പിഴച്ചിതു രാഘവൻ? മൽപ്രാണഹാനികരമായ വാക്കു നീ ഇപ്പോൾ ഉര ചെയ്വതിനെന്ത് കാരണം? എന്നോട് രാമഗുണങ്ങളെ വർണ്ണിച്ചു മുന്നമെല്ലാം നീ പറഞ്ഞല്ലോ കേൾപ്പു ഞാൻ. എന്നെയും കൗസല്യാദേവിയെയും അവൻ തന്നുള്ളിലൊരു ഭേദമൊരിക്കലും എന്നെല്ലാം മുന്നം പറഞ്ഞിരുന്നു. നിനക്കിന്നിതു തോന്നുവാനെന്തൊരു കാരണം? നിന്നുടെ പുത്രന് രാജ്യം തരുമല്ലോ, ധന്യശീലേ രാമൻ പോകണമെന്നുണ്ടോ? രാമനാൽ ഏതും അഭയം ഭയം നിനക്കുണ്ടാകാ ഭൂമിപതിയായി ഭരതനിരുന്നാലും എന്ന് പറഞ്ഞു കരഞ്ഞു പോയി ചെന്നുടൻ കാൽക്കൽ വീണു മഹീപാലനും. നേത്രങ്ങളും ചുവപ്പിച്ചു കൈകേയും ധാത്രീപതീശ്വരനോട് ചൊല്ലിയിടിനാൾ ഭ്രാന്തനെന്നാകിയോ ഭൂമിപതേ ഭവാൻ ഭ്രാന്തിവാക്യങ്ങൾ ചൊല്ലുന്നതെന്തിങ്ങനെ? ഘോരങ്ങളായ നരകങ്ങളിൽ ചെന്നു ചേരും അസത്യവാക്യങ്ങൾ ചൊല്ലിയിടിനാൽ പങ്കജനേത്രനാം രാമനുഷസിനു ശങ്കാവിഹീനം വനത്തിനു പോകായെങ്കിൽ എന്നുടെ ജീവനെ ഞാൻ കളഞ്ഞിടുവൻ മന്നവൻ മുൻപിൽ നിന്നുള്ളൊരു സംശയം. സത്യസന്ധൻ ഭുവി രാജാ ദശരഥൻ എത്രയുമെന്നുള്ള കീർത്തി രക്ഷിക്കണം. സാധുമാർഗത്തെ വെടിഞ്ഞത് കാരണം യാതനാ ദുഃഖ ഭൂതിയുണ്ടാക്കേണ്ട. രാമോപരി ഭവാൻ ചെയ്ത ശപഥവും ഭൂമിപതേ വൃഥാ വിദ്യയാക്കിയിടല. കൈകേയി തന്നെ നിർബന്ധവാക്യവും രാഘവനോട് വിയോഗം വരുന്നതും ചിന്തിച്ചു ദുഃഖസമുദ്രേ നിമഗ്നായി സന്താപമോട് മോഹിച്ചു വീണിരുന്നാൽ പിന്നെ ഉണർന്നിരുന്നും കിടന്നും മകൻ തന്നെ ഓർത്തും കരഞ്ഞും പറഞ്ഞും സദാ രാമേതി പ്രലാപേന യാമിനി പോയിതു വത്സരതുല്യായി. ചെന്നാൽ അരുണോദയത്തിനു സാദരം വന്ദികൾ ഗായകന്മാരെന്നിവരെല്ലാം മംഗളവാദ്യസ്തുതി ജയ ശബ്ദേന സംഗീത ഭേദങ്ങൾ എന്നിവയെ കൊണ്ടും പള്ളിക്കുറിപ്പുണർന്നിടിനാരന്നേരം ഉള്ളിലുണ്ടായ കോപേന കൈകേയും ക്ഷിപ്രം അവരെ നിവാരണം ചെയ്താൾ. അപ്പോൾ അഭിഷേക കോലാഹലാർത്ഥമായി തൽപുരമൊക്കെ നിറഞ്ഞു ജനങ്ങളാൽ. ഭൂമിദേവന്മാരും ഭൂമിപാലന്മാരും ഭൂമിസ്പൃശോ വൃഷലാദി ജനങ്ങളും താപസവർഗവും കന്യകാവൃന്ദവും ശോഭ തേടുന്ന വെൺകൊറ്റ കുടനഴ ചാമരം താലവൃന്ദം കൊടിതോരണം ചാമീകരാഭരണാദ്യലങ്കാരവും വാരണവാജീരഥങ്ങൾ പദാദിയും വാരനാരീ ജനം പൗരജനങ്ങളും ഹേമരത്നോജ്വല ദിവ്യസിംഹാസനം ഹേമകുംഭങ്ങളും ശാർദൂലധർമ്മവും മറ്റും വസിഷ്ഠൻ നിയോഗിച്ചതൊക്കവേ കുറ്റമൊഴിഞ്ഞാശു സംഭരിച്ചിടിനാർ. സ്ത്രീബാലവൃദ്ധാവധി പുരവാസികൾ ആബദ്ധ കൗതൂഹലാബ്ധി നിമഗ്ധരായി യാത്രയിൽ നിദ്രയും കൈവിട്ടു മാനസേ ചീർത്ത പരമാനന്ദത്തോടുമേവിനാൻ. നമ്മുടെ ജീവനാം രാമകുമാരനെ നിർമ്മലരത്ന കിരീടമണിഞ്ഞതി രമ്യമകരായുധ മണികുണ്ടല സമുഗ്ധ ശോഭിത ഗണ്ഡസ്ഥലങ്ങളും പുണ്ടരീകച്ഛതലോചന ഭംഗിയും പുണ്ടരീകാരാതി മണ്ഡലതുണ്ടവും ചന്ദ്രികാ സുന്ദര മന്ദസ്മിതാഭയും മന്ദമുകുള സമാനദന്തങ്ങളും കന്ദമുകുള സമാനദനങ്ങളും ബന്ധൂകസൂന സമാനാധരാഭയും ഗന്ധരാജിത കൗസ്തുഭരത്നവും ബന്ധുരാഭം തിരുമാറുമുദരവും സന്ധ്യാപ്രസന്നിപ പീതാംബരാഭയും പൂജ്യലമീതെ വിളങ്ങി മിന്നിയിടുന്ന കാഞ്ചികളും തനുമധ്യവും കുംഭികുലോത്തമൻ തുമ്പിക്കരം കൊണ്ട് കുമ്പിട്ടു കുപ്പിടും ഒരു കാണ്ഡങ്ങളും കുംഭീന്ദ്രമസ്തക സന്നിഭജാനുവും അംഭോജബാണ നിഷങ്കാഭജങ്കയും കമ്പം കലർന്നു കമഠപ്രവരനും കുമ്പിടുന്ന ഒരു പുറവടി ശോഭയും അംഭോജതുല്യമം അംഘ്രിതലങ്ങളും ജംഭാരി രത്നം തൊഴും തിരുമേനിയും ഹാരകടക വലയാങ്കുഴിയാതി
ചാരുതരാഭരണാവലിയും പൂണ്ട് വാരണ വീരൻ കഴുത്തിൽ തിറത്തോട് ഗൗരാതപത്രം ധരിച്ചതികെ അന്തികെ നിജ ലക്ഷ്മണനാകിയ സോദരൻ തന്നുടൻ ലക്ഷ്മീ നിവാസനം രാമചന്ദ്രൻ മുത കാണായി വരുന്നു നമുക്കിനിയെന്നിതം മാനസതാരിൽ കൊതിച്ച് നമുക്കെല്ലാം ക്ഷോണീപതിസുതനാകിയ രാമനെ കാണായി വരും പ്രഭാതേ പദ നിർണയം യാത്രയാം രാക്ഷസി പോകുന്നതില്ലെന്ന് ചീത്ത വിഷാദമോൾ അനുസരിക്കും ഉൾക്കൊണ്ട് അന്ന് മാർത്താണ്ഡദേവനെ കാണാഞ്ഞു നോക്കിയും പാർത്തു ആനന്ദപൂർണാമൃതാബ്ധിയിൽ വീണു മുഴുകിയും പിന്നെയും പൊങ്ങിയും വാണിയിടിനാർ പുരവാസികളാദരാൽ അന്നേരം ആദിത്യനും ഉദിച്ചിടിനാൽ മന്നവൻ പള്ളിക്കുറിപ്പുണർന്നിരുന്നും എന്തൊരു മൂലം ഇതിനൊന്നു മാനസേ ചിന്തിച്ചു മന്ദമന്ദം തഥാ മന്ത്രിപ്രവരനാകുന്ന സുമന്ത്രരും അന്തഃപുരമകം ബുക്കാനതിദ്രുതം രാജീവനേത്ര ഗോത്രോത്ഭൂത ഭൂപതേ രാജരാജേന്ദ്ര പ്രവരാജയ ജയ ഇത്തം നൃപനെ സ്തുതിച്ചു നമസ്കരിച്ചു ധാനവും ചെയ്തു വന്ദിച്ചു എന്നപ്പോൾ എത്രയും ഖിന്നനായി കണ്ണുനീരും വാർത്തു പൃഥ്വിയിൽ തന്നെ കിടക്കും നരേന്ദ്രനെ ചിത്താകുലതയാ കണ്ടു സുമന്ത്രനും സത്വരം കൈകേയി തന്നോട് ചോദിച്ചാൽ ദേവനാരീ സമേ രാജപ്രിയതമേ ദേവി കൈകേയി ജയ ജയ സന്തതം ഭൂലോകപാലൻ പ്രകൃതി പകരുവാൻ മൂലമെന്തോന്നോ മഹാരാജ വല്ലഭേ ചൊല്ലികന്നോടെന്ന് കേട്ടു കൈകേയും ചൊല്ലിനാളാശു സുമന്ത്രരോടന്നേരം ധാത്രീപതീന്ദ്രനോ നിദ്രയുണ്ടായില്ല രാത്രിയിലെന്നത് കാരണമാകയാൽ സ്വസ്ഥനല്ലാതെ ചമഞ്ഞിതു തന്നെ ചിത്തത്തിന് അസ്വതന്ത്രത്വം ഭവിക്കയാൽ രാമേതി രാമേതി ജപിക്കുകയും രാമനെ തന്നെ മനസ്സിൽ ചിന്തിക്കുകയും ഉദ്യൽ പ്രജാകര സേവയും ചെയ്യുകയാൽ അത്യന്തമാകുലനായതു മന്നവൻ രാമനെ കാണാഞ്ഞു ദുഃഖ നിർവേന്ദ്രന് രാമനെ ചെന്നു വരുത്തുക വൈകാതെ എന്നത് കേട്ടു സുമന്ത്രരൻ ചൊല്ലിനാൻ ചെന്നു കുമാരനെ കൊണ്ടുവരാമല്ലോ രാമവചനമാകർണ്യ ഞാനിഹ രാജീവലോചനെ പോകുന്നതെങ്ങനെ എന്നത് കേട്ടു ഭൂപാലനും ചൊല്ലിനാൻ ചെന്നു നീ തന്നെ വരുത്തുക രാമനെ സുന്ദരനായ ഒരു രാമകുമാരനാം നന്ദനൻ തന്മുഖം വൈകാതെ കാണണം എന്നത് കേട്ടു സുമന്ത്രരുഷറിപ്പോയി ചെന്നു കൗസല്യാസുതനോട് ചൊല്ലിനാൻ താതൻ ഭവാനെയുണ്ടല്ലോ വിളിക്കുന്നു സാദരം വൈകാതെ എഴുന്നള്ളുക വേണം മന്ത്രിപ്രവരവാക്യം കേട്ടു രാഘവൻ മന്ദേതരം അവൻ തന്നോടുകൂടവേ സൗമുദ്രിയോടും കരേറി രഥോപതി പ്രേമവിവശനാം താതൻ മരുവീടും നന്ദിരേ ചെന്ന പിതാവിൻ പദദ്വയം വന്ദിച്ചു വീണു നമസ്കരിച്ചിടിനാൾ രാമനെ ചെന്നെടുത്താൽ ഇങ്ങനും ചെയ്യുവാൻ ഭൂമിപനാശു സമുദ്ധായ സംഭ്രമാൽ ബാഹുക്കൾ നീട്ടിയ നേരത്ത് ദുഃഖേന മോഹിച്ചു ഭൂമിയിൽ വീണിതു ഭൂപനും രാമരാമേതി പറഞ്ഞു മോഹിച്ചൊരു ഭൂമിയിലെ കണ്ടു വേഗേന രാഘവൻ താതനെ ചെന്നെടുത്ത് ആശ്ലേഷവും ചെയ്ത് സാദരം തന്റെ മടിയിൽ കിടത്തിനാൻ നാരീജനങ്ങൾ അത് കണ്ടനന്തരം ആരൂഢ ശോകാൽ വിലാപം തുടങ്ങിനാർ രോദനം കേട്ടു വസിഷ്ഠമുനീന്ദ്രനും ഖേദേന മന്ദിരം ബുക്കിതു സത്വരം ശ്രീരാമദേവനും ചോദിച്ചിതന്നേരം കാരണം എന്തോന്നു താത ദുഃഖത്തിന് നേരെ പറവിൻ അറിഞ്ഞവരെന്തു നേരം പറഞ്ഞതു കേകയപുത്രിയും കാരണം പുത്രദുഃഖത്തിന് നീ തന്നെ പാരിൽ സുഖം ദുഃഖമൂലമല്ലോ നിടാം ചേതസി നീ നിരൂപിക്കലെളുതിനി താതന് ദുഃഖ നിവൃത്തി വരുത്തുവാൻ ഭർത്തൃദുഃഖാപശാന്തിക്കു കിഞ്ചിൽ ത്വയാ കർത്തവ്യമായൊരു കർമ്മമെന്നായി വരും സത്യവാദി ശ്രേഷ്ഠനായ പിതാവിനെ സത്യപ്രതിജ്ഞനാക്കിയിടുക നീയത് ചിത്തഹിത നൃപതീന്ദ്രന് നിർണയം പുത്രരിൽ ജ്യേഷ്ഠനാകുന്നത് നീയല്ലോ രണ്ടുവരം മമ ദത്തമായിട്ടുണ്ട് പണ്ടു നിന്താതനാൽ സന്തുഷ്ടചിത്തനായി ചന്ദ്രഷ്ടചേതസ നിന്നാലേ സാധ്യമായുള്ളോന്നതു രണ്ടും ഇന്നു തരയണമെന്ന് അർത്ഥിക്കുകയും ചെയ്തൻ നിന്നോടത് പറഞ്ഞിടുവാൻ നാണിച്ച് ഖിന്നനായി വന്നിതു താതൻ അറിയ നീ സത്യഭാഷേന സമ്പദ്ധനാം താതനെ സത്വരം രക്ഷിപ്പതിന് യോഗ്യൻ ഭവാൻ ഉന്നാമമാകും നരകത്തിൽ നിന്നുടൻ തന്നെ താതനെ ത്രാണനം ചെയ്യുകയാൽ പുത്രൻ എന്നുള്ള ശബ്ദം വിധിച്ചു ശതപത്ര സമുദ്ഭവൻ എന്നതറിഞ്ഞ നീ മാതൃവചനശൂലാഭിഹതനായ മേദിനി പാലകുമാരനാം രാമനും എത്രയുമേറ്റം വിധിതനായി ചൊല്ലിനാൻ ഇത്രയെല്ലാം പറയണമോ മാതാവേ യഥാർത്ഥമായിട്ടു ജീവനെ തന്നെയും മാതാവ് തന്നെയും സീതയെ തന്നെയും ഞാൻ ഉപേക്ഷിപ്പൻ അതിനില്ല സംശയം മാനസേ ഖേദം അതിനില്ല എനിക്കേതും രാജ്യമെന്നാകിലും താതൽ നിയോഗിക്കൽ രാജ്യമെന്നാലെന്നറിയ നീ മാതാവേ ലക്ഷ്മണൻ തന്നെ ത്യജിക്കുന്നു ചൊൽകലും തൽക്ഷണം ഞാൻ ഉപേക്ഷിപ്പനറിയ നീ പാവകൻ തങ്കൽ പതിക്കേണമെങ്കിലും ഏവം വിഷം കുടിക്കണമെന്നാകിലും താതൽ നിയോഗിക്കലേതുമേ സംശയം ചേതസീരിറ്റിൽ എനിക്കെന്നറിയ നീ താതകാര്യം അനാച്ഛപ്തമെന്നാകിലും ബോധേന ചെയ്യുന്ന നന്ദനനുത്തമൻ പിത്രാനിയുക്തനായിട്ടു ചെയ്യുന്നവൻ മധ്യമനായുള്ള പുത്രൻ അറിഞ്ഞാലും
ഉക്തമെന്നാകിലും ഇക്കാര്യം എന്നാലേ കർത്തവ്യമല്ലെന്ന് വെച്ചടങ്ങുന്നവൻ പിത്രോർമലമെന്ന് ചൊല്ലുന്നു സജ്ജനം. ഇത്തമെല്ലാം പറഞ്ഞു പരിജ്ഞാതമ്മയാതുന ആകയാൽ താത നിയോഗം അനുഷ്ഠിപ്പാൻ ആകുലമേതും എനിക്കില്ല നിർണയം. സത്യം കരോമ്യഹം സത്യം കരോമ്യഹം സത്യം മയോക്തം മറിച്ചിലുണ്ടായി വരാ. രാമപ്രതിജ്ഞ കേട്ടോരു കൈകേയും രാമനോട് ആശു ചൊല്ലിയിടിനാലാദരാൽ താതൻ നിനക്ക് അഭിഷേകാർത്ഥമായുടൻ ആദരാൽ സംഭരിച്ചോരു സംഭാരങ്ങൾ കൊണ്ട് അഭിഷേകം ഭരതന് ചെയ്യണം. രണ്ടാം വരം പിന്നെയുണ്ടൊന്നു വേണ്ടുന്നു, നീ 14 സംവത്സരം കാലനെ താപസവേഷേണ വാഴുകയും വേണം. നിന്നോടതു നിയോഗിപ്പാൻ മടിയുണ്ട് മന്നവനിന്നതു ദുഃഖമാകുന്നതും എന്നതു കേട്ടു ശ്രീരാമനും ചൊല്ലിനാൻ, ഇന്നതിനെന്തൊരു ഭാഷ്യമ്യമായതും ചെയ്കഭിഷേകം ഭരതനു ഞാനിനി വൈകാതെ പോവൻ മനത്തിന് മാതാവേ. എന്തെന്നോട് ചൊല്ലാഞ്ഞു പിതാവതു ചിന്തിച്ചു ദുഃഖിപ്പതിനെന്ത് കാരണം. രാജ്യത്തെ രക്ഷിപ്പതിനു മതിയവൻ രാജ്യം ഉപേക്ഷിപ്പതിനു ഞാനും മതി. രംഗമത്രേ രാജ്യഭാരം വഹിപ്പതു ദണ്ഡകവാസം ഏതുമെളുതല്ലോ. സ്നേഹമെന്നെ കുറിച്ചേറും സ്നേഹത്തെ കുറിച്ചേറും അമ്മയ്ക്കും ഈ ദേഹമാത്രം ഭരിക്കുന്ന വിധിക്കയാൽ ആകാശഗംഗയെ പാതാള ലോകത്ത് ഏകേന കൊണ്ടു ചെന്നാക്കി ഭഗീരഥൻ. തൃപ്തി വരുത്തി പിതൃക്കൾക്ക് പൂരവും തൃപ്തനാക്കിയിടിനാൻ താതനു തന്നെ യൗവനം നൽകി ജരാനരയും വാങ്ങി ദിവ്യന്മാരായാർ പിതൃപ്രസാദനത്തിനാൽ. അല്പമായുള്ള ഒരു കാര്യം നിരൂപിച്ചു മൽപിതാ ദുഃഖിപ്പതിനില്ല അവകാശം. രാഘവവാക്യമേകം കേട്ടു ഭൂപതി ശോകേന നന്ദനൻ തന്നോട് ചൊല്ലിനാൻ, സ്ത്രീജിതനായി അതികാമുകനായൊരു രാജാധമനാകും എന്നെയും വൈകാതെ വാശേന ബന്ധിച്ചു രാജ്യം ഗ്രഹിക്ക നീ. ദോഷം നിനക്ക് ഏതുമകപ്പെടാം, അല്ലായെങ്കിൽ എന്നോട് സത്യദോഷം പറ്റുമല്ലോ. കുമാര ഗുണാംബുദേ രാഘവ പൃഥ്വീപതീന്ദ്രൻ ദശരഥനും പുനരുദ്ധം പറഞ്ഞു കരഞ്ഞു തുടങ്ങിനാൻ. ഹാ രാമ ഹാ ജഗന്നാഥ ഹാ രാമ ഹാ രാമ ഹാ മമ പ്രാണവല്ലഭ. നിന്നെ പിരിഞ്ഞു പൊറുക്കുന്നത് എങ്ങനെ, എന്നെ പിരിഞ്ഞ് നീ ഘോര മഹാവനം തന്നിൽ ഗമിക്കുന്നത് എങ്ങനെ നന്ദന. എന്നിത്തരം പലജാതി പറകയും കണ്ണുനീരോ അലോല വാർത്തു കരകയും നന്നായി മുറുകെ തഴുകിയും പിന്നെ ചുടുചുടെ ദീർഘമായി വീർക്കയും ഖിന്നനായ ഒരു പിതാവിനെ കണ്ടുടൻ തന്നെ കയ്യാൽ കുളിർത്ത ജലം കൊണ്ട് കണ്ണും മുഖവും തുടച്ചൂരകൂത്തമൻ ആശ്ലേഷ നീതി വൈഭവാദ്യങ്ങളാൽ ആശ്വസിപ്പിച്ചാൽ നയഗോവിതൻ തഥാ. എന്തിനാദൻ ഹൃദൈവ ദുഃഖിക്കുന്നത് എന്തൊരു ദണ്ഡം ഇതിനു മഹീപതേ. സത്യത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഞങ്ങൾക്ക് ശക്തി പോരായികയുമില്ലിതു രണ്ടിനും. സോദരൻ നാടും ഭരിച്ചിരുന്നിടുക സാദരം ഞാൻ അരണ്യത്തിലും വാഴുവൻ. ഓർക്കിലിനി രാജ്യഭാരം വഹിക്കുന്നതിൽ സൗഖ്യമേറും വനത്തിങ്കൽ വാണിയിടുവാൻ. ഏതുമേ ദണ്ഡമില്ലാതെ കർമ്മ മമ മാതാവ് എനിക്ക് വിധിച്ചതു നന്നല്ലോ. മാതാവ് കൗസല്യ തന്നെയും വന്ദിച്ചു മൈഥിലിയോടും പറഞ്ഞിനി വൈകാതെ പോവതിനായി വരുന്നേൻ എന്നരുൾ ചെയ്തു. ദേവനും മാതൃഗേഹം ബുക്കതു നേരം ധാർമ്മികയാകിയ മാതാ സുസമ്മത. ബ്രാഹ്മണരെ കൊണ്ട് ഹോമപൂജാദികൾ പുത്രാഭ്യുദയത്തിനായി കൊണ്ട് ചെയ്യിച്ചു. യുക്തമതീവ ദാനങ്ങൾ ചെയ്താതരാൽ ഭക്തി കൈക്കൊണ്ടു ഭഗവത്പദാംബുജം ചിത്തത്തിൽ നന്നായി ഉറപ്പിച്ചിളകാതെ നന്നായി സമാധി ഉറച്ചിരിക്കുന്നേരം ചെന്നൊരു പുത്രനെയും കണ്ടതില്ലല്ലോ. അന്തികെ ചെന്ന് കൗസല്യോടന്നേരം സന്തോഷമോടു സുമിത്ര ചൊല്ലിയിടിനാൽ രാമൻ ഉപഗതനായത് കണ്ടിയിലെ ഭൂമിപാലപ്രിയെ നോക്കിയിടുകെന്നപ്പോൾ വന്ദിച്ചു നിൽക്കുന്ന രാമകുമാരനെ മന്ദേതരം മുറുകെ പുണർന്നിടിനാൾ. പിന്നെ മടിയിലിരുത്തി നെറുകയിൽ നന്നായി മുകർന്നു കുതൂഹലാൽ ഇന്ദീവരദളശ്യാമകളെ വരം മന്ദമന്ദം തലോടി പറഞ്ഞിടിനാൾ. എന്തൽ മകനെ മുഖാംബുജം വാടുവാൻ ബന്ധമുണ്ടായത് പാരം വിശക്കയോ വന്നിരുന്നീടു ഭുജിപ്പതിനാശു നീ എന്ന് മാതാവ് പറഞ്ഞോരന്തരം വന്ന ശോകത്തെ അടക്കി രഘുവരൻ തന്നെ മാതാവിനോട് അരുളി ചെയ്തു. ഇപ്പോൾ ഭുജിപ്പാൻ അവസരമില്ലമ്മേ, ക്ഷിപ്രം അരണ്യവാസത്തിന് പോകണം. മുൽപ്പാടുകേകയപുത്രിയാമമ്മയ്ക്ക് മൽപിതാ 2 വരം കൊടുത്തിടിനാൻ. ഒന്ന് ഭരതനെ വാഴിക്കുകയെന്നതും എന്നെ വനത്തിന് അയക്കെന്ന് മറ്റേതും. തത്ര 14 സംവത്സരം വസിച്ചത്ര വന്നിടുവൻ പിന്നെ ഞാൻ വൈകാതെ. സന്താപമേതും മനസ്സിലുണ്ടാകാതെ സന്തുഷ്ടയായി വസിച്ചിടുക മാതാവും. ശ്രീരാമവാക്യമേവം കേട്ടു കൗസല്യ വാരിൽ മോഹിച്ച് വീണീടിനാളാകുലാൽ. പിന്നെ മോഹം തീർന്നിരുന്നു ദുഃഖാർണവൻ തന്നിൽ മുഴുകി കരഞ്ഞുടൻ തന്നെ നന്ദനൻ തന്നോട് ചൊല്ലിനാൾ. ഇന്ന് നീ കാനനത്തിന് പോയിടുകിൽ എന്നെയും കൊണ്ടുപോകണം മടിയാതെ. നിന്നെ പിരിഞ്ഞാൽ ക്ഷണാർത്ഥം പൊറുക്കുമോ.
ദണ്ഡകാരണ്യത്തിനാശു നീ പോകിൽ ഞാൻ ദണ്ഡധരാലയത്തിന് പോയിടുവൻ. പൈതലെ വേർവിട്ടുപോയ പശുവിനുള്ള അതി പറഞ്ഞറിയിക്കരുതല്ലോ. നാടുവാഴേണം ഭരതനാകിൽ നീ കാടുവാഴേണമെന്നുണ്ടോ വിധിമതം. എന്തു പിഴച്ചതു കൈകേയിയോട് നീ ചിന്തിക്കതാതനോടും കുമാരാബല. താതനും ഞാനും ഒക്കും ഗുരുത്വം കൊണ്ട് ഭേദം നിനക്കു ചുറ്റില്ലെന്ന് നിർണയം. പോകണമെന്നു താതൻ നിയോഗിക്കിൽ ഞാൻ പോകരുതെന്നു ചെറുക്കുന്നുണ്ടല്ലോ. എന്നുടെ വാക്യത്തെ ലംഘിച്ചു ഭൂപതി തന്നെ വാചാഗമിക്കുന്നതാകിലോ. ഞാനുമൻ പ്രാണങ്ങളെ ത്യജിച്ചിടുവൻ, മാനവ വംശവും ഇന്നേ മുടിഞ്ഞു പോം. തത്ര കൗസല്യാവചനങ്ങൾ ഇങ്ങനെ ചിത്തതാപേന കേട്ടോരു സൗമിത്രിയും ശോകരോഷങ്ങൾ നിറഞ്ഞ നേത്രാഗ്നിന ലോകങ്ങളെല്ലാം ദഹിച്ചു പോകും വണ്ണം രാഘവൻ തന്നെ നോക്കി പറഞ്ഞിടിനാൾ. ആകുലമെന്തിതു കാരണമുണ്ടാവാൻ. ഭ്രാന്തചിത്തം ജഡം വൃദ്ധം വധൂജിതം ശാന്തേതരം ത്രവാഹീനം സഠപ്രിയം. ബന്ധിച്ചു താതനെയും പിന്നെ ഞാൻ പരിബന്ധികളായുള്ളവരെയും ഒക്കവേ അന്തകൻ വീട്ടിനയച്ച് അഭിഷേകമൊരന്തരം കൂടാതെ സാധിച്ചുകൊള്ളുവൻ. ബന്ധമില്ലേതും ഇതിന് ശോകിപ്പതിനന്തർമുദാ വസിച്ചിടുക മാതാവേ. ആര്യപുത്രാഭിഷേകം കഴിച്ചിടുവാൻ ശൗര്യം എനിക്കതിനുണ്ടെന്ന് നിർണയം. കാര്യമല്ലാത്തത് ചെയ്യുന്നതാകിൽ ആചാര്യനെ ശാസനം ചെയ്യുന്നതേ വരൂ. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദനായ സായ രാമായ സീതായ പദയേ നമഃ.